201 202 എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് വ്യാപകമായ പ്രവർത്തനമെന്നാണ് പത്തനംതിട്ട ജില്ലയെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാക്കി. രണ്ടാമത് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലുകളും ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റലാക്കി. മൂന്നാമത് ചെയ്ത കാര്യം, കേരളത്തിൽ ആദ്യമായിട്ട് കോഴഞ്ചേരി പഞ്ചായത്തിലെ റാബീസ് കൺട്രോളിന് വേണ്ടി പട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള കുത്തിവയ്പ്പ്. ഈ 3 സംഗതികളെ പത്തനംതിട്ട ജില്ലയിലെ IMAയുടെ സാരഥി എന്ന നിലയിൽ ആദ്യം സെക്രട്ടറി, പിന്നീട് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ മെഡിസിൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്കൊരു മെഡിക്കൽ ഡോക്ടർ ആകണമെന്നായിരുന്നു. അതിന് കാരണം ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ, ഞങ്ങളുടെ 50 പേരുള്ള ബാച്ചിൽ 5 പേര് ഗൈനക്കോളജിസ്റ്റുകളായി. ഇന്ത്യയിൽ 6 പേർ, അതിൽ 5 പേര് യൂറോപ്പുമാരാണ്. ഞാൻ, ഡോക്ടർ പൈലി സാർ പറയുന്ന പൈലി, ശേഖരൻ, പ്രഭാകരൻ, പിന്നീട് ഇവിടെ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തിരുന്ന PC ചെറിയ, പിന്നീട് തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ പ്രസിഡന്റുണ്ടായി. വനിതകളിൽ ഒരാൾ മാത്രമേ ഗൈനക്കോളജിസ്റ്റായിരുന്നു. അവരുടെ സ്ഥലത്താണ് നമ്മുടെ എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അവിടെ ജോലി കൊടുത്തു. അവരുടെ സ്വന്തം സ്ഥലമായിരുന്നു. എനിക്ക് പെട്ടെന്ന് അവർക്കൊക്കെ പറയാം. അപ്പം ഞങ്ങളൊക്കെ ഈ ഗൈനക്കോളജിയിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം, മമ്മി ആദ്യകാലത്ത് ഒരു നേഴ്സായിരുന്നു. സ്ഥലത്താണ് അവർ ഗൈനക്കോളജിസ്റ്റായി പോയി MRCP എടുക്കും. അപ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സാധാരണ ഡോക്ടർമാരെ ഒരു ജീവൻ കൈകാര്യം ചെയ്യുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് പേഷ്യൻസിന് ഒരേ സമയം 2 ജീവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആ ഒരു സംഗതി കൊണ്ടാവാം ഞങ്ങളിൽ പലരും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഗൈനക്ക് അല്ലെങ്കിൽ മറ്റേണിറ്റി വിഭാഗം സ്വീകരിക്കാൻ കാരണം. പക്ഷെ അതിൻ്റെ എനിക്ക് ജീവിതത്തിൽ 5 ജീവൻ തന്നെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാൻ ആദ്യം ഞങ്ങളുടെ ബാച്ച് വരെ ഹൗസ് സർവീസ് കഴിയുമ്പോൾ പിന്നെ സർക്കാർ സർവീസ് ജോലി കിട്ടുമായിരുന്നു. അങ്ങനെയാണ് 1960. പക്ഷേ എൻ്റെ ബാച്ചിനെ 6 മാസം കാത്തിരിക്കേണ്ടി വന്നു. അക്കാലത്തെ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല, ബേസിക്കൊന്നും പോകണ്ട, നേരെ പോയി ജോലി ചെയ്യാം. ഹൗസ് സർവീസ് കഴിഞ്ഞിട്ട് സർക്കാർ സർവീസ് ജോലി കിട്ടുമായിരുന്നു. പിന്നീടാണ് PSC പഠിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് എന്ത് പറഞ്ഞാൽ അക്കാലത്ത് ജോലി കിട്ടും. ഞാനന്ന് അക്കാലത്ത് പറഞ്ഞത് ചില വേണ്ടാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ. അപ്പോൾ അന്നത്തെ സർജൻ എന്നോട് ചോദിച്ചു, while you are working in a primary health center, bilateral polycystic കിഡ്നിയായിട്ടൊരു പാദമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളവിടെ എന്ത് ഓർമ്മ? അപ്പോൾ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്നത്. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്താണ് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്ക് PM ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്, PM ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കാരണം ഡോക്ടർ ജോർജ് ജേക്കബിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോർജ് അല്ലെങ്കിൽ MP ഫിലിപ്പ് ട്യൂണർ എൻ്റെ പിതാവ് സ്ഥാപിച്ചതാണ് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രായം. ഇല്ലാതെ നടക്കുന്നില്ല PM ഹോസ്പിറ്റൽ, ഫിലിപ്പന്മാർ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവർ 2 പേരും ഒന്നിച്ച് പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജൂനിയർ ഡോക്ടറെ വേണമെന്ന് പറഞ്ഞപ്പോൾ ജോർജ് ജേക്കബ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസരം എന്ന നിലയിൽ എന്നെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ മാവേലിക്കര PM ഹോസ്പിറ്റലിൽ പോകുന്നത്. മാവേലിക്കര PM ഹോസ്പിറ്റലിൽ അക്കാലത്തെ ഫാദർ MP വലിയ മരിച്ചു വരുന്നു. മകൻ ഡോക്ടർ രാജൻ, പിന്നെ മറിയാമ്മ, 2 പേരെ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ വാക്വം അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന അക്കാലത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ. മമ്മി അത് സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ വാക്വം എക്സ്ട്രാക്ട് മാംസ്ട്രോം ടൈപ്പ് വെൻഡോസ് എന്ന് പറയുന്നത് മമ്മി കൊണ്ടുവന്നിട്ട് മമ്മി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജ്. അവിടെ വ്യാപകമായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഹൗസ് സർവീസ് കാലത്ത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചുകൊണ്ട് എനിക്ക് ഈ വാക്വം അപ്ഡേറ്റ്സ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ PM ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും ഈ വാക്വം അപ്ഡേറ്റ്സ് അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് ഞാൻ വാക്വം അപ്ഡേറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അക്കാലത്തെ മാവേലിക്കരയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വരികയും ഈ വാക്വം അപ്ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് അവരുടെ മറ്റേ കേസുകൾ ഒരുപാട് ആവുകയും ചെയ്തു. ഈ ഉപകരണം എനിക്ക് മറ്റൊരു പ്രയോജനം കൂടി ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് 3 തലമുറകളുടെ ഗൈനക്കോളജിസ്റ്റ് എന്ന് അവകാശപ്പെടാൻ സാധിക്കും. കാരണം അക്കാലത്തെ ഞാൻ അവിടെ ഈ വാക്വം എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് എടുത്ത ഒരു കായംകുളംകാരി മുസ്ലിം സ്ത്രീക്ക് പിൽക്കാലത്തെ അവളുടെ മകൾ എൻ്റെ അടുത്ത് കോടഞ്ചേരി താലൂക്ക് ഹോസ്പിറ്റലിലും അവർക്കന്ന് സിസേറിയൻ ചെയ്യേണ്ടത്. പിൽക്കാലം അവളുടെ കുട്ടിക്ക് ഞാൻ ഹൈ റേഞ്ച് വർക്ക് ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഹൈ റേഞ്ച് വരുമ്പോൾ സാധാരണ പ്രസവത്തിൽ
ഒബ്സ്റ്റട്രീഷ്യനാകാൻ എനിക്ക് അവസരം കിട്ടിയത് അക്കാലത്ത് 1968 ഞാൻ മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതുകൊണ്ടാണ്. ഇതാണ് അക്കാലത്തെ ആദ്യത്തെ ബാച്ചിലെ എഡിറ്റോറിയൽ ബോർഡ്. നടുക്കിരിക്കുന്നതാണ് ഡോക്ടർ ജയ മുഴുവൻ പറഞ്ഞു ജയരാമൻ. അദ്ദേഹമായിരുന്നു ഏറ്റവും സുന്ദരമായിട്ട് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിലൊന്നാണ് ആദ്യമായിട്ട് ക്ലോറോഫെനിക്കോൾ റെസിസ്റ്റൻ്റ് ടൈഫോയിഡ് ബാസിലെ ക്ലോറോഫെനിക്കോൾ റെസിസ്റ്റൻ്റ് എന്ന് കണ്ടുപിടിച്ചത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ഡോക്ടർ ഗോപാലകൃഷ്ണനാണെങ്കിലും അതിന് ക്രെഡിറ്റ് കിട്ടിയത് ഡോക്ടർ ജയരാമ പണിക്കാണ്. അക്കാലത്തെ എഡിറ്ററാണ് ഡോക്ടർ രമേശ് ചന്ദ്രൻ. ഇപ്പോൾ അമേരിക്കയിലെ സീനിയർ കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ CM ഗോപിനാഥൻ. ഇത് ജോസ്. ഏറ്റവും മെലിഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതിലെ 2 പേര് മാത്രമേ അക്കാലത്തെ എഴുത്തുകാരായുള്ളൂ. ഞാനും അദ്ദേഹത്തെ CM ഗോപിനാഥൻ. അദ്ദേഹം TV സ്പെഷ്യലിസ്റ്റാണ്. മലബാർ സൈഡിലെ ഒരാളാണ്. ഇത് എനിക്ക് ഒരു കാലത്തും മറക്കാൻ പാടില്ലാത്ത ചില അധ്യാപകരുണ്ട്. അതിലൊന്നാണ് വിജയലക്ഷ്മി